പരിശുദ്ധതയുടെ പർദീസയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു വിശുദ്ധയെ പരിചയപ്പെടുകയാണ്. വിശുദ്ധ മരിയ ഫൗസ്റ്റീന. ദൈവകരുണയുടെ ചിത്രം നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് വെള്ളയും ചുവപ്പും നിറത്തിലുള്ള വെളിച്ചം വരുന്ന ഒരു ചിത്രം നമുക്ക് എല്ലാവർക്കും കണ്ട് നല്ല പരിചയമാണ്. ദൈവകരുണയുടെ ചിത്രം, ഡിവൈൻ മേഴ്സി എന്ന് പറയും. അപ്പോൾ ഡിവൈൻ മേഴ്സി ചിത്രം ലോകം മുഴുവനും പ്രചരിപ്പിക്കാനായിട്ട് കാരണമായ, അല്ലെങ്കിൽ ദൈവം കയ്യിലെടുത്ത് ഉപകരണമാക്കിയ ഒരു വ്യക്തിയാണ് വിശുദ്ധ മരിയ ഫൗസ്റ്റീന എന്ന് പറയുക. സിസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവകരുണയുടെ പ്രേക്ഷിത എന്നാണ് സിസ്റ്റർ പ്രധാനമായി അറിയപ്പെടുക. സിസ്റ്റർ ജനിച്ചത് 1905 പോളണ്ടിലെ ഗ്ലോബോവിസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. സിസ്റ്ററിൻ്റെ മാതാപിതാക്കൾ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അവർക്ക് കുട്ടികളെ വളർത്താനോ അല്ലെങ്കിൽ അക്ഷരാഭ്യാസം നൽകി വളർത്താനുള്ള ഒരു സാമ്പത്തികമൊന്നും ഉള്ള ഒരു സ്ഥിതിയായിരുന്നില്ല അവരുടേത്. അതിനാൽ തന്നെ ചെറുപ്പത്തിലെ സിസ്റ്ററിന് ആവശ്യമായ ഒരു വിദ്യാഭ്യാസം നേടാനൊന്നും സാധിച്ചിരുന്നില്ല. കൂടാതെ ഈ സിസ്റ്ററിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാതാപിതാക്കൾക്ക് ഏറെ വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതെ ഇരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതായത് അവർക്ക് ആദ്യം 2 കുട്ടികൾ ജനിച്ചു, അവർ രണ്ടുപേരും മരണപ്പെട്ടു പോയി. അതിനുശേഷം ഒരു 9 വർഷക്കാലം ഇവർക്ക് മക്കളില്ലാത്ത സ്ഥിതിയായിരുന്നു. അങ്ങനെ ഏറെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും ശേഷം അവർക്ക് ലഭിച്ച കുഞ്ഞാണ് സിസ്റ്റർ മരിയ ഫൗസ്റ്റീന എന്ന് പറയുക. സിസ്റ്ററിനെ വളരെ വിശ്വാസത്തിലും ആഴമായ ദൈവവിശ്വാസത്തിൽ വളർത്താനൊക്കെ അവർ പരിശ്രമിച്ചിരുന്നു. ചെറുപ്പത്തിൽ തന്നെ നല്ല ഒരു പ്രാർത്ഥനാ അനുഭവത്തിൽ തന്നെയാണ് മരിയ വളർന്നു വരിക. സിസ്റ്ററിൻ്റെ ജനനത്തിന് ശേഷം മാതാപിതാക്കൾക്ക് വീണ്ടും 7 മക്കൾ കൂടി ജനിക്കുകയുണ്ടായി. അങ്ങനെ ഈ 10 മക്കളിൽ 3ാമത്തെ വ്യക്തിയാണ് മരിയ ഫൗസ്റ്റീന എന്ന് പറയുന്നത്. അങ്ങനെ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിന് വളരെയേറെ ഞെരുക്കങ്ങളുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി പ്രാർത്ഥനാ ജീവിതത്തിന് വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് സിസ്റ്ററിൻ്റെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. ഏകദേശം 9 വയസ്സായപ്പോഴാണ് സിസ്റ്ററിന് ആദ്യ കുർബാന സ്വീകരിക്കുന്നത്. അപ്പോൾ ഈശോയെ ആദ്യമായിട്ട് സ്വീകരിച്ച ശേഷം മരിയയുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ കാണുവാനായിട്ട് തുടങ്ങി. അവൾക്ക് കൂടുതൽ നേരം പ്രാർത്ഥിക്കുവാനായിട്ട്, കൂടുതൽ നേരം ധ്യാനിക്കുവാനൊക്കെ ആയിട്ടുള്ള ഒരു ആഗ്രഹം മരിയയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ഒരു 17 വയസ്സൊക്കെ ആയപ്പോഴാണ് മരിയയ്ക്ക് ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ നേടാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുന്നത്. 1914 ആ സമയത്ത് നമുക്കറിയാം 1ാം ലോക മഹായുദ്ധം പുറപ്പെടുന്ന ആ ഒരു കാലഘട്ടം. അപ്പോൾ ആ സമയത്ത് സിസ്റ്ററിനെ കഷ്ടിച്ചൊരു 2 വർഷം മാത്രമേ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നേടുവാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. അതിനുശേഷം ഈ യുദ്ധത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും പെട്ടെന്ന് തന്നെ വിദ്യാഭ്യാസത്തിന് മുടക്കം വരികയും അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നു. ഈ ഒരു സമയമായപ്പോൾ വീട്ടിലെ സ്ഥിതി നമ്മൾ കണ്ടു. വളരെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് സപ്പോർട്ടിന് വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് മരിയയ്ക്ക് തന്നെ വീട്ടിലെ സാമ്പത്തികമായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിന് വേണ്ടിയിട്ട് ജോലി ചെയ്യാനായിട്ട് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ഒരു 17 വയസ്സായപ്പോൾ അവൾ സ്വന്തമായി തന്നെ ഇറങ്ങിത്തിരിക്കുകയാണ്. മറ്റു വീടുകളിലൊക്കെ ചെന്ന് വീട്ടുജോലിയൊക്കെ ചെയ്ത് അങ്ങനെയാണ് വീട്ടിലത്തേക്കുള്ള സാമ്പത്തികം മരിയ കണ്ടെത്തിയിരുന്നത്. അങ്ങനെ മരിയയുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മരിയ അടുത്ത ഒരു യൗവന കാലഘട്ടത്തിലേക്ക് കടന്നു. അങ്ങനെ ഈ സമയം ഒരിക്കൽ പ്രത്യേകമായൊരു അനുഭവം അവളുടെ ജീവിതത്തിൽ വരികയാണ്. അവളിങ്ങനെ അവളുടെ സഹോദരിയോടൊപ്പം പാർക്കിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂട്ടുകാരൊക്കെ ഉണ്ട്. അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരവസരത്തിൽ പെട്ടെന്ന് അവൾക്കൊരു ദർശനം ലഭിക്കുകയാണ്. യേശുവിൻ്റെ ഒരു ദർശനം. അതിൽ മുൾമുടി ധരിച്ച ഈശോയെ, മുറിയപ്പെട്ട ഈശോയെ അവൾ കാണുകയാണ് പെട്ടെന്ന്. അതിൽ ഈശോ ഇങ്ങനെ അവളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എത്ര നാൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നൊരു ചോദ്യം. ഇത്ര മാത്രമേ അവൾ കാണുന്നുള്ളൂ. പക്ഷേ അവൾ കണ്ട ആ ഒരു കാഴ്ച അവളുടെ മനസ്സിനെ നല്ല ആഴത്തിൽ സ്പർശിച്ചു. അവൾക്ക് ഈ ദിവസങ്ങളിൽ അവൾ ഈ ജോലി ചെയ്ത് ജീവിക്കുന്ന ആ കാലഘട്ടത്തിലും എല്ലാം അവളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. തന്നെക്കുറിച്ച് ദൈവത്തിന് മറ്റൊരു പദ്ധതിയാണ്, താൻ എന്തോ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവളാണ് എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് അവൾക്ക് ആ ദിവസങ്ങളിൽ, ആ നാളുകളിലൊന്നും അവൾക്കത് മനസ്സിലായിരുന്നില്ല. അങ്ങനെ ഈ ഒരു ദർശനത്തിന് ശേഷം വീണ്ടും അവൾക്ക് തോന്നി തൻ്റെ ജീവിതം ഇങ്ങനെ പോകാനുള്ളതല്ല, ഇതിനൊരു മാറ്റം വരണം എന്നൊരു തോന്നൽ അവളുടെ മനസ്സിൽ വരികയും അവൾക്ക് മഠത്തിൽ ചേരണം എന്നുള്ള ഒരു ആഗ്രഹം അവളുടെ ഉള്ളിൽ ജനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ ഈ ഒരു വിവരം അവളുടെ വീട്ടിൽ അറിയിക്കുകയാണ്. അമ്മയുടെ അടുത്ത് പറയുമ്പോൾ അവൾക്ക് അനുവാദം ലഭിക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെയും തൻ്റെ ഉള്ളിൽ ആ ഒരു ദൈവവിളി അവൾക്ക് ശക്തമായി അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു.
അങ്ങനെ ആ ഒരു സമയത്ത് അവളുടെ ആ ഒരു തോന്നൽ അവൾ തിരിച്ചറിഞ്ഞുകൊണ്ട് 1924 അവൾ തൻ്റെ ആ ഒരു നാട് ഒക്കെ വിട്ട് അവൾ മഠത്തിൽ ചേരുവാനായിട്ട് ഉള്ള ആഗ്രഹമായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് പോളണ്ടിലെ വാർസോ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവൾ ട്രെയിൻ കയറുന്നത്. ആ സമയത്ത് ട്രെയിൻ കയറുമ്പോൾ അവൾക്കറിയാം അവൾ എന്തോ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുകയാണ്. പക്ഷേ അവൾക്ക് താൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ചോ ആ ഒരു പട്ടണത്തെക്കുറിച്ചോ ഒന്നും യാതൊരു ഗ്രാഹ്യവുമില്ല. അങ്ങനെയാണ് അവൾ ഒറ്റയ്ക്ക് ആ ഒരു യാത്ര തിരിക്കുന്നത്. അവൾ തിരിഞ്ഞ് പോകണോ, തിരിച്ച് വീട്ടിൽ പോകണോ എന്നുള്ള ഒത്തിരി ആശങ്കകൾ അവളുടെ മനസ്സിലൂടെ ആ ദിവസങ്ങളിൽ കടന്നു പോകുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അവൾ കർത്താവിൻ്റെ ആ ഒരു വിളിക്കുള്ള ആ ഒരു പ്രത്യുത്തരം എന്നോണം അവൾ ദൃഢമായൊരു നിശ്ചയം അവളുടെ മനസ്സിൽ ഉറച്ചുകൊണ്ട് തന്നെ അവൾ ആ ട്രെയിൻ യാത്ര തുടരുകയാണ്. വാർസോയിലെത്തി ആ പട്ടണത്തിലിറങ്ങി അവൾ ഒരു കത്തീഡ്രൽ പള്ളി കണ്ടെത്തുന്നുണ്ട്. അവിടെ ചെന്നിരുന്ന് അവൾ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് അവൾ പ്രാർത്ഥിക്കുന്നു. എങ്ങോട്ട് പോകണമെന്നോ ആരെ കാണണമെന്നോ ഒന്നും അറിയില്ല. പിന്നീട് അവൾ അവിടെ നിന്ന് എണീറ്റ് പല മഠങ്ങളിലും അവൾ ചെന്ന് തനിക്ക് പ്രവേശനം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം അവൾക്ക് ശരിക്കുള്ള വിദ്യാഭ്യാസം അവൾക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ മഠങ്ങളിലെല്ലാം ചെല്ലുമ്പോഴെല്ലാം തന്നെ എല്ലാവരും അവളെ നിരസിക്കുകയാണ്. ആരും തന്നെ അവളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പ്രധാനപ്പെട്ട കാരണം ഇതാണ്, അവൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ഇല്ല എന്നത് തന്നെ. അപ്പോൾ എല്ലായിടത്തു നിന്നും തിരസ്കരണം ലഭിച്ചു. അങ്ങനെ അവിടെ വെച്ച് അവളൊരു വൈദികനെ കാണുകയും വൈദികൻ ഇവളുടെ വിഷമങ്ങളെല്ലാം കേട്ട ശേഷം അവൾക്ക് ഒരു ഭവനത്തിൽ ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആ വീട്ടിലെ കുട്ടികളെ നോക്കുന്ന ജോലിയായിരുന്നു അന്ന് ഫൗസ്റ്റീനയ്ക്ക് ലഭിക്കുന്നത്. അങ്ങനെ കുറച്ച് നാൾ അവൾ അവിടെ ജോലി ചെയ്ത് കഴിയുകയാണ്. അവൾക്ക് നല്ലൊരു കുട്ടിയായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും അവളുടെ ഒരു സ്വഭാവം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുമായിരുന്നു, പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവളുടെ ആ ഒരു യൗവന കാലഘട്ടം ആയപ്പോൾ തന്നെ അവൾക്ക് കല്യാണ ആലോചനകൾ വരാൻ തുടങ്ങി. പക്ഷേ അവൾക്ക് അവളുടെ ഉള്ളിലുള്ള ആ ഒരു വിളി എന്ന് പറയുന്നത് സന്യാസിനിയാവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ആ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ മഠങ്ങൾ അന്വേഷിച്ച് വീണ്ടും അവൾ ഇറങ്ങി തിരിച്ചു. അങ്ങനെ അവൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം തിരസ്കരണമാണ് ലഭിച്ചതെങ്കിൽ കൂടിയും ദൈവകരുണയുടെ ഒരു കോൺഗ്രിഗേഷനിൽ അവളെ അവിടുത്തെ സുപ്പീരിയർ സിസ്റ്റർ മൈക്കിൾ അവളെ അക്സെപ്റ്റ് ചെയ്യാണ്. ആ ഒരു കോൺവെൻറ്റിലേക്ക് അവളെ സ്വീകരിക്കുന്നു. അങ്ങനെ 1925 മരിയ അവിടെ കന്യാസ്ത്രീ ആകാനുള്ള ആ ഒരു ഫോർമേഷനിൽ വേണ്ടിയിട്ട് അവൾ ആ ഒരു മഠത്തിൽ ചേർന്ന് അവിടെ നിന്നാണ് ആരംഭിക്കുക. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നതുകൊണ്ട് തന്നെ പല കാരണങ്ങളാലും അവൾക്ക് സാധാരണ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ജോലികളൊന്നും ലഭിച്ചിരുന്നില്ല. ക്ലീനിങ് അല്ലെങ്കിൽ ഗാർഡനിങ് അങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തൊക്കെയാണ് അവിടെ കഴിഞ്ഞു കൂടിയത്. വലിയ ജോലികളൊന്നും അവൾക്ക് ചെയ്യുന്നത്. പക്ഷേ അതെല്ലാം മരിയ വളരെ എളിമയോട് കൂടി തന്നെ ആ ജോലികളെല്ലാം സ്വീകരിക്കുകയും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അതെല്ലാം സന്തോഷപൂർവ്വം ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം 1927 മരിയ ഏപ്രിൽ 30 മരിയ നിത്യവ്രത വാഗ്ദാനം എടുക്കുകയും കന്യാസ്ത്രീയായി തീരുകയും ചെയ്യുന്നു. ഇതിനുശേഷം അവൾക്ക് കൂടുതൽ ഈശോയിൽ വളരുവാനായിട്ട്, പ്രാർത്ഥനയിൽ വളരുവാനൊക്കെ ആയിട്ട് അവൾക്ക് സാധിച്ചു. അവളുടെ ആ ഒരു പ്രാർത്ഥനാ അനുഭവം കൂടുതൽ ആഴപ്പെടുകയും ഈശോയായിട്ടുള്ള ആ ഒരു സ്നേഹം കുറച്ചും കൂടി ഡീപ്പായി ആവുകയും ചെയ്തു. അങ്ങനെ അവളുടെ കൂടുതലും അവളെ കോൺവെൻറ്റിലായിരുന്ന സമയങ്ങളിലെല്ലാം പ്രാർത്ഥനയിൽ ചെലവഴിക്കാനും അതോടൊപ്പം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളെല്ലാം വിശ്വസ്തയോട് ചെയ്യുവാനൊക്കെ ആയിട്ട് മരിയ പരിശ്രമിച്ചു. അങ്ങനെ ഇരിക്കെ 1931 ഫെബ്രുവരി 22 മരിയയുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു സംഭവം നടക്കുകയാണ്. അവൾ തൻ്റെ കോൺവെൻറ്റിലെ മുറിക്കുള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈശോ പെട്ടെന്ന് അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. വലിയൊരു വെളിച്ചം അവളുടെ ആ ഒരു മുറി മുഴുവൻ നിറയുന്നു. ഈശോയുടെ ആ ഒരു പ്രകാശമാനമായ ഒരു രൂപം അവളുടെ കൺമുൻപിൽ കാണുകയാണ്. അതിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് വെള്ളയും ചുവപ്പും നിറത്തിലുള്ള വെളിച്ചം ഹൃദയത്തിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് ഈശോ അവൾക്ക് കൂടുതൽ വെളിപാടുകൾ നൽകുന്നത്. ആ ഒരു ദർശനത്തിൽ നിന്നാണ് അവൾക്ക് ഈ ഒരു ദൈവകരുണയുടെ കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലുള്ള വെളിപ്പെടുത്തലിൽ ഈശോ നൽകുക. ഈശോ പറയുന്നുണ്ട്, ഈ ഒരു ചിത്രം നീ ലോകം മുഴുവൻ പ്രചരിപ്പിക്കണം. പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തിൽ നൽകപ്പെടുന്ന ഏറ്റവും അവസാനത്തെ രക്ഷയ്ക്കുള്ള ഒരു മാർഗമാണ് ദൈവകരുണ എന്നുള്ളത്. അപ്പോൾ ദൈവകരുണയുടെ ചിത്രമെന്ന് വരയ്ക്കുവാനും അത് ഭവനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് ഈശോ
മരിയ ഫൗസ്റ്റീനയ്ക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. അപ്പോൾ ഇത് ശ്രവിച്ചതിൽ പിന്നെ മരിയയ്ക്ക് കൂടുതൽ ഇത് ലോകത്തിൽ അറിയിക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം മരിയ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു സാധാരണക്കാരിയായ ഒരാളോട് ദൈവം പ്രത്യക്ഷപ്പെട്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആരും തന്നെ വിശ്വസിക്കില്ല. അപ്പോൾ ഇത് തന്നെയാണ് മരിയയുടെ ജീവിതത്തിലും സംഭവിച്ചത്. പ്രത്യേകിച്ച് മരിയയെ അങ്ങനെ അത്ര വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു റോളൊന്നും ആയിരുന്നില്ല കോൺവെൻറ്റിൽ ചെയ്തിരുന്നത്. അപ്പോൾ അതിനാൽ തന്നെ മരിയ ഈ കാര്യങ്ങൾ തൻ്റെ കൂടെയുള്ള സഹോദരിമാരോടൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ആരും തന്നെ അവളെ വിശ്വസിക്കുകയോ അവൾക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു സഹായമോ സപ്പോർട്ടോ ഒന്നും നൽകിയിരുന്നില്ല. പക്ഷെ മരിയ ഇത് തൻ്റെ കുമ്പസാരക്കാരനായ വൈദികനോട് പറഞ്ഞു. അങ്ങനെ ആ വൈദികൻ മുഖേന ഈ ഒരു കരുണയുടെ ചിത്രം പ്രചരിപ്പിക്കുവാനായിട്ട് ഉള്ള ഒരു ശ്രമം വൈദികൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുകയാണ്. അപ്പോൾ ഈ ദർശനങ്ങൾ വീണ്ടും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അടുത്ത ദർശനത്തിൽ ഈശോ മരിയയ്ക്ക് വെളിപാട് നൽകുകയാണ്. അതായത് നീ ഇപ്പോൾ കണ്ട ഈശോയുടെ ആ ഒരു രൂപം അതൊരു ചിത്രകാരനെ കൊണ്ട് വരപ്പിച്ച് അത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ ദൈവകരുണയുടെ ഡിവൈൻ മേഴ്സി ചാപ്ലറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതും ഈ പ്രാർത്ഥനയും നീ ലോകം മുഴുവൻ പ്രചരിപ്പിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈശോ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവള് ഇതെല്ലാം തൻ്റെ കുമ്പസാരക്കാരനായ വൈദികനെ അറിയിക്കുകയും വൈദികൻ മുഖേന ഒരു ചിത്രകാരനെ ഏർപ്പെടുത്തി ഈ ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട്. പക്ഷേ ഇത് വരച്ച ശേഷം ഇത് കാണുമ്പോൾ ഫൗസ്റ്റീനയ്ക്ക് അറിയാം താൻ കണ്ട ആ ഒരു ഈശോയുടെ രൂപം അതിൻ്റെ പൂർണ്ണതയിൽ ഇതിൽ തെളിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് കാരണം അവൾ കുറച്ച് അസ്വസ്ഥയായിരുന്നു. ഈശോ ഇത് തിരിച്ചറിയുകയും ഫൗസ്റ്റീനയുടെ അടുത്ത് അതിന് വേണ്ടിയിട്ട് അവൾ കൂടുതൽ പരിശ്രമിക്കേണ്ട, പക്ഷേ ഈ ഒരു ചിത്രം നൽകുന്ന സന്ദേശം അതെന്താണെന്ന് ലോകം മുഴുവൻ അറിയിക്കുവാനായിട്ട് ഈശോ അവളോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഈ കരുണയുടെ ചിത്രം വച്ച് വണങ്ങുന്ന സ്ഥലങ്ങളിലേക്ക് ഈശോയുടെ വലിയ ഒരു കൃപ ഒഴുക്കുമെന്ന് ഈശോ ഫൗസ്റ്റീനയ്ക്ക് വെളിപാട് നൽകുന്നു. അങ്ങനെ ഇതിനെ തുടർന്ന് കരുണയുടെ ചിത്രം ഇന്നും ലോകം മുഴുവനും ഇത് പ്രചരിക്കുകയും ഇന്നും എല്ലാവരും വളരെ കാര്യമായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൂടെ നിരവധി അനുഗ്രഹങ്ങളാണ് ദൈവം ലോകത്തിലേക്ക് ചൊരിയുമെന്ന് പറയുന്നത്. അതായത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവകരുണ യാചിച്ചുകൊണ്ടുള്ള അവസാനത്തെ മാർഗമെന്ന് പറഞ്ഞാണ് ഈശോ ഇത് നൽകുക. അപ്പോൾ അനേകരുടെ മാനസാന്തരത്തിന് ഈ ജപമാല വഴി ദൈവകരുണയുടെ ജപമാല വഴി സാധ്യമായിട്ടുണ്ട്. ഈ സമയങ്ങളിലെല്ലാം ഫൗസ്റ്റീനയ്ക്ക് നമ്മളിപ്പോൾ കാണുന്നുണ്ട് വളരെ നല്ല പ്രാർത്ഥന അനുഭവത്തിലാണ് ഫൗസ്റ്റീന നിൽക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അവൾക്ക് നിരവധി ആത്മീയമായ പീഡനങ്ങൾ അവൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി ആത്മീയ പോരാട്ടം നടത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രലോഭനങ്ങളെല്ലാം പ്രധാനമായിട്ടും അവൾക്ക് വന്നത് ശുദ്ധതയ്ക്കെതിരായിട്ടുള്ള പ്രലോഭനങ്ങളാണ് ഫൗസ്റ്റീനയ്ക്ക് ആ കാലഘട്ടത്തിൽ നേരിടേണ്ടി വന്നിരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വലിയൊരു കൃപയാൽ അവൾക്ക് അതെല്ലാം ശക്തമായിട്ട് അതിജീവിക്കാനുള്ള കൃപ അവൾക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ മരിയയുടെ ആ ഒരു ജീവിതത്തിൽ മരിയയ്ക്ക് തൻ്റെ ആ ഒരു പ്രലോഭനങ്ങളെല്ലാം അതിജീവിക്കുവാനായിട്ട് തമ്പുരാൻ്റെ വലിയൊരു കൃപയാൽ അവൾക്ക് സാധിച്ചിരുന്നു. ദൈവകരുണയുടെ ചിത്രം പിന്നീട് മഠത്തിൽ പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഈ പ്രതിഷ്ഠയ്ക്ക് ശേഷം പെട്ടെന്ന് ഫൗസ്റ്റീന രോഗിയായി തീരുകയാണ്. ഇതിനുശേഷം അവളുടെ ജീവിതത്തിൽ ഇത് കൂടാതെ നിരവധി സഹനങ്ങൾ അവൾക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അവളുടെ ശാരീരിക അസ്വസ്ഥതകൾക്ക് പുറമെ അവൾക്ക് മാനസികമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. നേരത്തെ പറഞ്ഞ പോലെ അവളെ എല്ലാവരും തെറ്റിദ്ധരിച്ചിരുന്ന ഒരവസ്ഥ അവൾക്ക് നേരിടേണ്ടി വന്നിരുന്നു. അപ്പോൾ പല അവസരങ്ങളിലും അവൾക്ക് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയുണ്ടായി. അതുകൂടാതെ ഇവൾക്ക് ദർശനങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ പല അവസരങ്ങളിൽ അവൾക്ക് അബോർഷൻ ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ വേദന യഥാർത്ഥത്തിൽ അവളുടെ ശരീരത്തിൽ അനുഭവിക്കാനൊക്കെ ഇടയായി. അങ്ങനെ പല രീതിയിൽ ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ട് പോലും ഫൗസ്റ്റീനയ്ക്ക് നിരവധി പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. പക്ഷേ അതെല്ലാം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഫൗസ്റ്റീന സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും അതിനെല്ലാം തരണം ചെയ്യാനൊക്കെ ആയിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. പിന്നെ ഫൗസ്റ്റീനയ്ക്ക് കോൺവെൻറ്റിലുള്ള ആ ഒരു അവസ്ഥയ്ക്ക് ഒരു ശമനം എന്നോണം ആ ഒരു സമയത്ത് പുതിയൊരു സുപ്പീരിയർ അവിടെ അപ്പോയിൻ്റ് ആകുകയാണ്, സിസ്റ്റർ മൈക്കിൾ. അപ്പോൾ ഈ സിസ്റ്ററാണ് മരിയയെ ആദ്യമായിട്ട് കോൺവെൻറ്റിലേക്ക് സ്വീകരിച്ചത്. ഒരുപാട് പേര് തിരസ്കരിച്ച ശേഷം ദിവ്യകാരുണ്യ മഠത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത സിസ്റ്ററായിരുന്നു സിസ്റ്റർ മൈക്കിൾ. അപ്പോൾ ഈ സിസ്റ്ററാണ് പിന്നീട് ഈ ഒരു സമയത്ത് ഫൗസ്റ്റീന ആയിരുന്ന ആ ഒരു കോൺവെൻറ്റിലേക്ക് സുപ്പീരിയറായിട്ട് വരിക. അപ്പോൾ എല്ലാ രീതിയിലും അവൾക്ക് ഇതൊരു ആശ്വാസമായിരുന്നു. പിന്നെ ഫൗസ്റ്റീനയുടെ ഈ പ്രാർത്ഥനാ സമയങ്ങളെല്ലാം ഈശോ എപ്പോഴും അവളോട് സംസാരിച്ചിരുന്നു. ഒരുപാട് ദർശനങ്ങൾ അതോടൊപ്പം വെളിപാടുകളൊക്കെ അവൾക്ക് നൽകിയിരുന്നു. ഇനി ഇതെല്ലാം ഫൗസ്റ്റീന തൻ്റെ കുമ്പസാരക്കാരനോട് ഏറ്റു പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം നീ ഒരു ഡയറിയിൽ എഴുതി വെക്കണമെന്ന്. അങ്ങനെ ഫൗസ്റ്റീന ഈശോ നൽകിയ ആ ദർശനങ്ങളെല്ലാം എഴുതി വെക്കാനായിട്ട് തുടങ്ങി.
ആ ഡയറി, ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകൾ ഇന്ന് ഒരു വലിയൊരു പുസ്തകമായിട്ട് ലോകം മുഴുവൻ പ്രചാരത്തിലുള്ളതാണ്. ഈശോ നൽകിയ നിരവധി വെളിപാടുകൾ ഈ ഒരു പുസ്തകത്തിലുണ്ട്. പ്രത്യേകിച്ച് പ്രവചനങ്ങൾ നൽകിയിട്ടുണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തെക്കുറിച്ചും. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് അവളുടെ സ്വന്തം കാര്യങ്ങൾ പോലും, അതായത് തൻ്റെ മരണം, അതോടൊപ്പം തൻ്റെ കാനനൈസേഷൻ, അവളെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നത് വരെ ഫൗസ്റ്റീനയ്ക്ക് ദർശനത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഫൗസ്റ്റീന ഈ കോൺവെൻറ്റിൽ ചേരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നോവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് കൊച്ചുത്രേസ്യ ഫൗസ്റ്റീനയ്ക്ക് ദർശനത്തിൽ പ്രത്യക്ഷപ്പെടുകയും നീയും ഒരിക്കൽ എന്നെപ്പോലെ അൾത്താര വണക്കത്തിന് ഉയർത്തപ്പെടുമെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ ഫൗസ്റ്റീനയ്ക്ക് വെളിപാട് നൽകുന്നുണ്ട്, ഫൗസ്റ്റീനയോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പിന്നീട് അവളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുകയാണ്. ഫൗസ്റ്റീന 33 വർഷക്കാലം മാത്രമേ ഈ ലോകത്തിൽ ജീവിച്ചിട്ടുള്ളൂ. 1938 ഫൗസ്റ്റീന ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ ഈ ആയിരുന്ന കാലഘട്ടം മുഴുവൻ തൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ ദൗത്യം, ദൈവം തന്നെ എന്തിനായിട്ട് വിളിച്ചോ ആ ഒരു വിളിക്കനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഫൗസ്റ്റീന നന്നായി പരിശ്രമിച്ചു. 2000 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആണ് ഫൗസ്റ്റീനയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇന്നും സിസ്റ്റർ ഫൗസ്റ്റീനയുടെ പുസ്തകങ്ങളും അതോടൊപ്പം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കരുണക്കൊന്ത ഫൗസ്റ്റീനയിലൂടെ ഈശോ നേരിട്ട് വെളിപ്പെടുത്തി നൽകിയ പ്രാർത്ഥനകളാണ് അതിലുള്ളത്. അപ്പോൾ അത് ഇന്നും വളരെയേറെ ലോകത്തിൽ നിൽക്കുന്നു, ഇന്നും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവകരുണയുടെ ചിത്രം, ഇതിനെല്ലാം ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ലോകത്തിൽ അറിയിക്കുവാനായിട്ട് ദൈവം ശക്തമായിട്ട് എടുത്ത് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് സിസ്റ്റർ ഫൗസ്റ്റീന എന്ന് പറയുന്നത്. തൻ്റെ കോൺവെൻ്റ് ആ 4 ചുമരുകൾക്കുള്ളിലാണ് അവൾ ജീവിച്ചിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും കർത്താവ് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ താൻ ആയിരിക്കുന്ന സാഹചര്യങ്ങളൊന്നും അതിനൊരു പരിമിതിയല്ല. അതിനെല്ലാം ഉപരിയായിട്ട് കർത്താവ് ആ വ്യക്തിയെ എടുത്ത് ഉപയോഗിക്കും. അതിന് ചുമരുകൾക്കുള്ളിലോ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് സ്ഥലത്തായിരിക്കണം എന്നുള്ളത് അതൊന്നും ഒരിക്കലും കർത്താവിൻ്റെ കണ്ണിൽ അതൊന്നുമല്ല. നമ്മൾ എത്രത്തോളം തമ്പുരാന് അവൈലബിൾ ആകുന്നുവെന്നനുസരിച്ച് തമ്പുരാൻ അത്രത്തോളം ആ വ്യക്തിയെ എടുത്ത് ഉപയോഗിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഇതുപോലെ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാതൃകയാക്കാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൾ എളിമയോടുകൂടി തൻ്റെ ഏൽപ്പിച്ചിരുന്ന ആ ജോലികളൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ എളിമയിൽ നിന്നാണ് കർത്താവ് അവളെ മരണശേഷം ഇത്ര നാൾ ആയിട്ട് പോലും ലോകം അറിയപ്പെടുന്ന ഒരു വിശുദ്ധയായിട്ട് എടുത്തു ഉയർത്തിയത്. അതോടൊപ്പം തന്നെ തമ്പുരാൻ്റെ ഹിതത്തോട് അവൾ ചേർന്ന് നിന്നു. തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് അവൾ തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ അതിനുശേഷം അവൾ ഒരിക്കലും പിന്തിരിഞ്ഞു പോയിട്ടില്ല. ആ കർത്താവിൻ്റെ വിളിക്കനുസരിച്ച് ജീവിക്കാനായിട്ട് അവൾ നന്നായി പരിശ്രമിച്ചു. തൻ്റെ സഹനങ്ങളെല്ലാം ക്രിസ്തുവിനോട് ചേർത്ത് വയ്ക്കുകയും ചെയ്തു. ഇതുപോലെ തമ്പുരാൻ നമ്മളെ ഏൽപ്പിക്കുന്ന ആ ഒരു ദൗത്യം എന്താണെന്ന് വെച്ചാൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവഹിതപ്രകാരം മുന്നോട്ട് പോകുവാനായി നമുക്കും പരിശ്രമിക്കാം. ദൈവകരുണയെക്കുറിച്ച് നിരവധി വെളിപാടുകളാണ് സിസ്റ്റർ ഫൗസ്റ്റീനയ്ക്ക് ഈശോ നൽകിയത്. അതിൽ ഈശോയുടെ നൽകിയ ആ കരുണയുടെ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ വെള്ളയും ചുവപ്പ് നിറത്തിലുള്ള വെളിച്ചം നമ്മൾക്ക് കാണാൻ സാധിക്കും. അതിൽ ചുവപ്പ് വെളിച്ചം ആത്മാക്കളുടെ ജീവരക്തത്തെയും അതിൽ വെള്ള വെളിച്ചം അതിനെ നീതീകരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുമാണ് സൂചിപ്പിക്കുക. പ്രധാനമായും ഈ ഒരു ചിത്രത്തിലൂടെ ദൈവം ലോകത്തോട് പറയുന്നത് ഏതാണ്? പാപികളായ മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവം തൻ്റെ കരുണയാൽ ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആ ചിത്രത്തിൻ്റെ അടിയിൽ നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത് കാണാം, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ദൈവമേ ഞാനങ്ങിൽ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായും കർത്താവിൽ ആശ്രയിക്കുവാനായിട്ടും നമ്മളുടെ ആത്മാക്കളുടെ രക്ഷ ദൈവം എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് സിസ്റ്റർ ഫൗസ്റ്റീനയെ ദൈവം ശക്തമായിട്ട് തൻ്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുകയായിരുന്നു. ഇതുകൂടാതെ മറ്റൊരു വെളിപാട് കൂടി ഈശോ ഫൗസ്റ്റീനയ്ക്ക് നൽകുന്നുണ്ട്. അതായത് ഈസ്റ്റർ തൻ്റെ ഈ ദൈവകരുണയുടെ തിരുനാൾ തിരുസഭയിൽ ആഘോഷിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് അവിടുന്ന് നിർദ്ദേശിച്ച് നൽകിയ സമയം ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചകളിൽ ദൈവകരുണയുടെ തിരുനാളായി ആഘോഷിക്കപ്പെടണം, തിരുസഭയിൽ ആഘോഷിക്കപ്പെടണം എന്ന് പറയുന്നുണ്ട്. ആ നാളുകൾ, ഈ വെളിപാട് ലഭിച്ച ആ നാളുകൾ ഇതിന് സാധിച്ചിരുന്നില്ല എങ്കിൽ പോലും അതിനുശേഷം സിസ്റ്റർ മരിയ ഫൗസ്റ്റീനയുടെ വെളിപാടുകളെല്ലാം സഭയിൽ പഠനവിധേയമാക്കിയ ശേഷം നാളുകൾക്ക് ശേഷം ഈ ദൈവകരുണയുടെ തിരുനാൾ തിരുസഭയിൽ ആഘോഷിക്കുവാൻ തുടങ്ങി. അതിന്നും ആഘോഷിക്കപ്പെടുന്നു. ക്രിസ്തു തന്നെ ഏൽപ്പിച്ച ആ ഒരു ദൗത്യം സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ജീവിതത്തിലൂടെ വളരെ ഭംഗിയായിട്ട് നിറവേറ്റിയതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സിസ്റ്ററിൻ്റെ മരണശേഷവും ഇന്നും സിസ്റ്റർ എല്ലാവരുടെയും ഹൃദയങ്ങൾ, സിസ്റ്ററിലൂടെ ദൈവം നൽകിയ ആ സന്ദേശങ്ങൾ ഇന്ന് ലോകത്തിൽ പ്രചാരത്തിലായിരിക്കുകയാണ്. കർത്താവിൻ്റെ ആ ഒരു കരുണയ്ക്ക് വേണ്ടിയിട്ട് സിസ്റ്റർ മരിയ ഫൗസ്റ്റീനെ കർത്താവ് എന്തിനായിട്ട് ഉപയോഗിച്ചു? അതായത് തൻ്റെ കരുണ
ലോകത്തെ അറിയിക്കുവാനായിട്ട്, ആ കരുണയിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. നമ്മളുടെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കരുണ യാചിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കുകയും ചെയ്യാം. അതോടൊപ്പം വിശുദ്ധയായ സിസ്റ്റർ മരിയ ഫൗസ്റ്റീനയുടെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം.